വെൽക്കം ടു എജ്യൂപോർട്ട്. അപ്പം നമ്മുടെ എക്സാമിന് വേണ്ടി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം നമ്മുടെ ജുലൂസ് എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജുലൂസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രേംചന്ദ്ജി എഴുതിയിട്ടുള്ള ഒരു കഥയാണ് അല്ലേ. ആ കഥയുടെ നാട്യ രൂപാന്തരം ചിത്ര മുദ്ഗൽജി ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സാമിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇബ്രാഹിം അലിയുടെ ഒക്കെ ക്യാരക്ടർ സ്കെച്ച്, അതുപോലെ തന്നെ നമ്മുടെ ബീർബൽ സിംഗിൻ്റെ ക്യാരക്ടർ സ്കെച്ചൊക്കെയാണ് നമ്മുടെ ജുലൂസ് എന്ന് പറയുന്ന പാഠവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് വേഗം എന്ത് ചെയ്യാം, ക്യാരക്ടർ സ്കെച്ചിലേക്ക് പോവാം അല്ലേ. ओके अपन नोकिकोळू. इब्राहिम अली कहानी सम्राट प्रेमचंद की कहानी का चित्रा मुद्गल का नाट्य रूपांतरण है ജുലൂസ്. അപ്പോൾ നമ്മൾ ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ക്യാരക്ടർ നമുക്ക് പഠിക്കാനുള്ള ഏത് കഥയിൽ അല്ലെങ്കിൽ ഏത് നമുക്ക് പാഠഭാഗത്ത് നിന്നാണ് ആ പാഠഭാഗം എഴുതിയിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെടുത്ത എക്സാമിന് ഇബ്രാഹിം അലിയുടെ ക്യാരക്ടർ സ്കെച്ച് അതായത് ചരിത്ര ചിത്രം എഴുതാനായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഇബ്രാഹിം അലി ഏത് ക്യാരക്ടറാണ്, ഏത് കഥയിലെ ക്യാരക്ടറാണ്, ആ കഥ ആരാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളതായിരിക്കണം. ओके, तो नोकिकोळू. कहानी सम्राट प्रेमचंद की कहानी का चित्रा मुद्गल का नाट्य रूपांतरण है जुलूस. इसका मुख्य पात्र है इब्राहिम अली. ओके, അപ്പം നമ്മുടെ പ്രേംചന്ദ്ജി എഴുതിയിട്ടുള്ള ജുലൂസ് എന്ന് പറയുന്ന കഥയെ നാട്യ രൂപാന്തരത്തിലേക്ക് ചിത്ര മുദ്ഗൽജി മാറ്റിയിട്ടുണ്ട്. അതിലെ മെയിൻ ക്യാരക്ടറാണ് ഇബ്രാഹിം അലി എന്ന് പറയുന്നത്. വേ ഗാന്ധിജിക്ക് സച്ച് അനുയായി ഹെ. ഗാന്ധിജിയെ ഒരുപാട് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാണ് അല്ലേ. ഗാന്ധിജിയെ ഇങ്ങനെ ആള് ചെയ്യുന്നതിനെ ഒരുപാട് അനുനയിക്കുന്ന ഒരാളാണ്. ബഡി ഈമാൻദാരി സെ ഇബ്രാഹിം അലി അഹിംസ കാ പാലൻ കർത്താ ഹെ. ഒരുപാട് ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് അഹിംസയെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ, അതിനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇസ്ലിയെ ദാരോഗ ബീർബൽ സിംഗ് സെ അലിജി കെഹത്തെ ഹെ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇൻസ്പെക്ടർ അല്ലെ ബീർബൽ സിംഗിനോട് നമ്മുടെ ഇബ്രാഹിം അലി പറയുന്നത് ഹം ദുക്കാനെ ലൂട്ടിനെ യാ മോട്ടറോ തോടിനെ നെഹി നിക്ലേ ഹെ. നമ്മൾ ദുക്കാൻ അതായത് കടകൾ കൊള്ളയടിക്കാനോ അല്ലെങ്കിൽ നമ്മൾ മോട്ടറുകളൊക്കെ തകർക്കാനോ ഒന്നിനു വേണ്ടി വന്നിരിക്കുകയല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഇബ്രാഹിം അലി നമ്മുടെ അഹിംസയെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അല്ലേ. അവൾ വയലൻസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇബ്രാഹിം അലി മേ ബഡി വീരത ഓർ സാഹസികത ഹെ. ആള് വളരെ വീരനായിട്ടുള്ള, വളരെ കറേജിയസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ആള് ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഉൻകെ ദിൽ മേ ബഡി പ്രതീക്ഷ ഓർ പ്രത്യാശ ഹെ. ആളുടെ മനസ്സിലെ എപ്പോഴും എന്തുണ്ട്, പ്രതീക്ഷകളുണ്ട് അല്ലേ. യെസ്, ഇൻഡിപെൻഡൻസ് കിട്ടും, നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും, എല്ലാവരും ഒരുപോലെ ജീവിക്കും, അങ്ങനെ ഒരുപാട് പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടിയിട്ടാണ് ഇബ്രാഹിം അലി ജീവിക്കുന്നത്. इब्राहिम अली साहसी एवं निडर है. बीरबल सिंह ने अंग्रेजी सेना के बल पर जुलूस को आगे जाने से रोका, लेकिन इब्राहिम अली के नेतृत्व में वे लौट न गए. അപ്പോൾ ബീർബൽ സിംഗ് അംഗ്രേസി സേനയുടെ നേതൃത്വത്തിൽ ജുലൂസിന് മുന്നോട്ട് പോകാൻ തടസ്സം നിർത്തി അല്ലേ. പക്ഷേ നമ്മുടെ ഇബ്രാഹിം അലിയുടെ നേതൃത്വത്തിൽ അവർ പുറകോട്ട് മാറിയില്ല അല്ലേ. അവർ ആ ജുലൂസുമായിട്ട്, ആ മാർച്ചുമായിട്ട് അവർ വീണ്ടും മുന്നോട്ട് പോവുകയായിരുന്നു. इब्राहिम अली अपने साथियों पर भरोसा रखने वाला है. उनको पूर्ण विश्वास था कि एक दिन जनता एक साथ स्वतंत्रता संग्राम में भाग लेगा. ഇബ്രാഹിം അലി अपने साथियों पर, ഇബ്രാഹിം അലിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സാഥിയും കൂട്ടുകാരോട് ഭരോസ രഖ്ന വാല ഹെ അല്ലെ, നമ്മുടെ കൂടെയുള്ള ആളുകളെ വിശ്വസിക്കുന്ന ഒരാളാണ് ഇബ്രാഹിം അലി എന്ന് പറയുന്നത്. ഉनको പൂർണ്ണ വിശ്വാസ് ധാക്കി, ആൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. ഏക് ദിൻ, ഒരു ദിവസം ജനത അല്ലെ, ജനങ്ങൾ, പീപ്പിൾ എന്ത് ചെയ്യും, ഏക് സാത്ത് ഒരുമിച്ച് സ്വതന്ത്രത സംഗ്രാമേ, സ്വാതന്ത്ര്യ സമരത്തിൽ ഭാഗ് ലേക പങ്കെടുക്കും അല്ലെ. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുക്കും എന്നുള്ള ആഗ്രഹം, ഒരു വിശ്വാസം നമ്മുടെ ഇബ്രാഹിം അലിക്ക് ഉണ്ടായിരുന്നു. അന്തമേ ഉൻകെ ഘായൽ ഹോനെ കി ബാത് സുൻതേ ഹി ജനത ഏക് സാത്ത് ജുലൂസ് മേ ഷാമിൽ ഹുയേ. അവസാനം ഉൻകെ ഘായൽ ഹോനെ കി, ആൾക്ക് പരിക്ക് പറ്റി എന്നുള്ള വിവരം ആളുകൾ അറിഞ്ഞ സമയത്ത് ജനത എന്ത് ചെയ്തു, ഏക് സാത്ത് ഒരുമിച്ച് ആ മാർച്ചിൽ പങ്കെടുക്കാനായിട്ട് വന്നു. വേ മാൻതേ ഹേ കി ലോഗോं को മനോവൃത്തി മേ ആയ പരിവർത്തൻ ഹി ഉൻകാ അസ്ലി വിജയ് ഹെ. ആള് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു
ആയിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു, അത് വിജയിച്ചില്ലെങ്കിലും ആളുകളുടെ ആ ഒരു മനസ്ഥിതിയിൽ, ആളുകളുടെയൊക്കെ ആ ഒരു ചിന്താഗതി മാറ്റം വന്നു എന്നുള്ളത് തന്നെ ഒരു വിജയമായിട്ടാണ് ഇബ്രാഹിം അലി കണ്ടിട്ടുണ്ടായിരുന്നത്. ഇബ്രാഹിം അലി ദൃഢചിത്ത് ഹെ, വളരെ ദൃഢനിശ്ചയമുള്ള ഒരു വ്യക്തിയായിരുന്നു ഇബ്രാഹിം അലി. ബീർബൽ സിംഗ് की आज्ञा के आगे वे अपना सिर झुकने के लिए तैयार नहीं थी. ബീർബൽ സിംഗിന്റെ ആ ഒരു ആജ്ഞ അല്ലെ ഓർഡറിന് മുന്നിൽ തല കുനിക്കാൻ പോലും മടിച്ച ഒരാളായിരുന്നു. അതിന് ആളുകളുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അഭിമാനിയായിട്ടുള്ള വ്യക്തിയായിരുന്നു നമ്മുടെ ഇബ്രാഹിം അലി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇബ്രാഹിം അലി എന്നുള്ളത് നമ്മുടെ ജുലൂസ് എന്ന് പറയുന്ന പാഠത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്ര ചിത്രം എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. എക്സാമിന് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. എല്ലാവരും മനസ്സിലാക്കി വെക്കുക, നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഇനി ഈ ഒരു ചാപ്റ്ററിൽ ബീർബൽ സിംഗ് എന്ന് പറയുന്ന വേറൊരു ക്യാരക്ടർ കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ നോക്കിക്കോളൂ. कहानी सम्राट प्रेमचंद की कहानी का चित्रा मुद्गल का नाट्य रूपांतरण है जुलूस. इंट्रोडक्शन കൊടുക്കുക. इसका मुख्य पात्र और खलनायक है ബീർബൽ സിംഗ്. മുഖ്യ കഥാപാത്രമാണ്, അതുപോലെ തന്നെ ഒരു എന്താ പറയുക നമ്മുടെ വില്ലൻ കൂടിയാണ് നമ്മുടെ ബീർബൽ സിംഗ് എന്ന് പറയുന്നത്. വ एक दारोगा है, ആൾ എന്താണ്, ഒരു ഇൻസ്പെക്ടർ ആണ്. വ एक भारतीय है फिर भी अंग्रेजों के लिए काम करते हैं. ആൾ ഒരു ഇന്ത്യൻ ആയിട്ടുള്ള ആളാണ്, ഫിർ ബി എന്നിട്ടും അംഗ്രേസികൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. അധികാരി കാ ഭാവ് ഉസ്മേ ഹെ, ഒരു അധികാരിയാണ്, ഞാനൊരു ഇൻസ്പെക്ടർ ആണ് എന്നുള്ള അഹങ്കാരത്തോടു കൂടി ജീവിക്കുന്ന വ്യക്തിയാണ് ബീർബൽ സിംഗ് എന്ന് പറയുന്നത്. വ സർക്കാർ കെ വഫാദാർ ഹെ, അല്ലേ, നമ്മൾ ഈ സർക്കാരിൻ്റെ എന്താ പറയുക, എന്ത് പറഞ്ഞാലും അത് ഗവൺമെൻറ് ആണ്, ആൾ പറയുന്നത് ശരിയാണ്, അല്ലെ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണ് എന്ന് അനുനയിക്കുന്ന ഒരു വ്യക്തിയാണ് ബീർബൽ സിംഗ് എന്ന് പറയുന്നത്. ഒരു ഭാരതീയനാണ്, പക്ഷേ അംഗ്രേസി സേനയെ, അംഗ്രേസി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ബീർബൽ സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, इसीलिए सरकारी हुक्म के बारे में कहते हैं वह अपनी शक्ति पर भरोसे रखते हैं. ആൾക്ക് ആളുടെ സ്ട്രെങ്ത്തിലൊക്കെ വിശ്വാസമുണ്ട്. उसमें उत्साह की कमी भी नहीं है, ഉത്സാഹത്തിന് കുറവൊന്നുമില്ല. उसके नाम सुनते ही जनता कांप उठते हैं. അല്ലെ, ഒരു പോലീസ് ഇൻസ്പെക്ടർ ആയതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ബീർബൽ സിംഗിനെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പേടിക്കുന്നുണ്ട്. ആളുടെ പേര് പറയുന്ന സമയത്ത് തന്നെ, ബീർബൽ സിംഗിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ വിറയ്ക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ. ലോഗ് ഉസെ ജല്ലാദ് ബുലാത്തെ ദേ, ബീർബൽ സിംഗ് നിഷ്ഠൂർ ഓർ നിർദയ ഥ, ഒരു ക്രൂരനായിട്ടുള്ള ഒരു ദയൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ബീർബൽ സിംഗ് എന്ന് പറയുന്നത്. ബീർബൽ സിംഗ് ഭീരു കൂടിയാണ്. നമ്മൾ ഭീരനാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ധീരനായിട്ടുള്ള വ്യക്തിയൊന്നും ആയിരുന്നില്ല. ആളൊരു നിഷ്ഠൂർ, ഒരു ക്രൂരനായിട്ടുള്ള ഒരു ദയയില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ എന്തില്ല, ആള് ഒരു ഭീരുവായിട്ടുള്ള വ്യക്തി ആയിരുന്നു. DSP साहब के चले जाने की खबर सुनते ही वह अपने सिपाहियों को पीछे हटाने की आज्ञा देते हैं. DSP സാഹബ് നമ്മുടെ ഇവിടെ ഇബ്രാഹിം അലിക്ക് പരിക്ക് പറ്റിയിട്ട് ഇവരെല്ലാവരും പുറകോട്ട് പിന്തിരിഞ്ഞ് ഓടുകയാണ് അല്ലേ. അപ്പോൾ ഈ DSP സാഹബ് പോയി എന്നുള്ള വാർത്ത കേട്ടപ്പോൾ സമയത്ത് തന്നെ ഇയാൾ സിപ്പാഹിയോങ്കോ, ഈ പറയുന്ന ആളുകൾ കോൺസ്റ്റബിൾസ് അല്ല, ഈ പറയുന്ന ബാക്കിയുള്ള ഇൻസ്പെക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ എന്ത് പറയുന്നുണ്ട്, ഈ ഒരു ജുലൂസ്, ഈ ഒരു സംഘർഷം ഉണ്ടാക്കേണ്ട, പുറത്തേക്ക് മാറി നിൽക്കാൻ പറയുന്നുണ്ട്. ഓർ സ്വയം ഹട്ടാത്തെ ഹേ, അല്ലെ, എന്നിട്ട് ആള് പുറകോട്ട് പിന്തിരിക്കുന്നുണ്ട്. ലാത്തി ചാർജ് കർനെ കാ ആദേശ് ദേത്താ ഹേ, ലാത്തി ചാർജ് ചെയ്യാനുള്ള ഓർഡർ കൊടുക്കുന്നുണ്ട്. ഓർ സ്വതന്ത്രത ആന്തോളൻ കെ ഉന്നായക് ഇബ്രാഹിം അലി കെ ഊപ്പർ ഘോഡ ചലാത്തെ ഹേ, ഇബ്രാഹിം അലിയിലെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച ഇബ്രാഹിം അലീൻ്റെ മുകളിലൂടെ കുതിരയെ ഓടിക്കുക കൂടി ഇയാൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബീർബൽ സിംഗ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബീർബൽ സിംഗിൻ്റെ ക്യാരക്ടർ സ്കെച്ചിൽ വരിക. അപ്പോൾ ആ ഒരു ക്യാരക്ടറിന് എന്തൊക്കെ വിശേഷതകളാണുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടി എഴുതിക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ക്യാരക്ടർ സ്കെച്ച് എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ 2 ക്യാരക്ടർ സ്കെച്ചാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ ജുലൂസ് എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിസ്സിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വളരെ വൃത്തിയിൽ നല്ല ഭംഗിയിൽ തന്നെ എക്സാമിന് എഴുതാനായിട്ട് നോക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ക്യാരക്ടർ നമുക്ക് പഠിക്കാനുള്ള ഏത് പാഠഭാഗത്തിൽ നിന്നാണ് എന്നുള്ളത് എന്തായാലും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. കൂടെ ആ ഒരു ക്യാരക്ടറിൻ്റെ വിശേഷതകൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നിയത്, നമ്മുടെ കഥയിൽ നിന്ന് മനസ്സിലായത് എന്നുള്ള കാര്യങ്ങളൂടെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നല്ലൊരു പാസേജ് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ചരിത്ര ചിത്രം റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യന് ഫുൾ മാർക്ക് കിട്ടുമെന്ന് മിസ് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.